നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ട് സാറേ. സാറിന്റെ മരുന്നും കുഴമ്പൊക്കെ ദേഹത്തിടുമ്പോ നല്ല നീറ്റലും വേദനയാ. പക്ഷേ അത് കഴിയുമ്പോ ഒരു കുളിരാ. നല്ല തണുപ്പാ. അങ്ങനൊരു കൈപുണ്യം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. മരുന്ന് ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും. പിന്നെ ഒരാളുടെ ശരീരത്തിൽ പെട്ടെന്ന് മരുന്ന് പിടിക്കണമെങ്കിൽ അയാളുടെ പുറം മാത്രമല്ല അകവും നന്നായിരിക്കണം. മനസ്സ് ശുദ്ധമായിരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. സാറേ, സാർ ഇതൊക്കെ പറയും. അപ്പോ സാറ് ജീവനായി കരുതിയിരുന്ന ഒരുത്തിയുടെ കാര്യമോ? അവളെ പോലെ മനഃശുദ്ധിയുള്ള പെൺകുട്ടികള് ഇല്ലാന്ന് സാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനഃശുദ്ധിയുള്ളവളെ കാണിക്കുന്ന പ്രവൃത്തിയാണോ അവള് കാണിച്ചത്? എടോ, ആര് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്താലും അവർക്കുള്ളത് ദൈവം മുതലും പലിശയും ചേർത്ത് കൊടുത്തിരിക്കും. അന്യന്റെ സ്വത്തിൽ ആരും കണ്ണുവയ്ക്കാൻ പാടില്ല. കണ്ണന്റെ സമ്പത്ത് കിട്ടിയപ്പോഴാ മഹാലക്ഷ്മിയുടെ സ്വഭാവം മാറിയത്. അതുപോലെ തന്നെയാ തന്റെയും തന്റെ അച്ഛന്റെയും ബന്ധുക്കളുടെ ഒക്കെ കാര്യം. അവർക്കും കണ്ണന്റെ സ്വത്തിൽ കണ്ണുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴങ്ങനെ ഇല്ല സാറേ. ഇപ്പൊ എനിക്ക് കണ്ണന്റെ അടുത്ത് സഹതാപം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കൊള്ളാം. പിന്നെ നമ്മളിപ്പോ സംസാരിച്ചല്ലോ മഹാലക്ഷ്മിയുടെ കാര്യം. ആര് അർഹതപ്പെടാത്ത സ്വന്തമാക്കിയാലും അതിന്റെ ഇരട്ടിയായിട്ട് നേടിയതൊക്കെ അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ദൈവമെന്നൊരു ശക്തി ഉണ്ടെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ആരുടെ കണ്ണു വേണമെങ്കിലും നമുക്ക് മൂടിക്കെട്ടാം. പക്ഷേ ഉറക്കത്തിലും തുറന്നിരിക്കുന്ന കണ്ണാണ് ദൈവത്തിൻ്റെത്. ആ കോടതിയിൽ നിന്ന് മനുഷ്യരായി പിറന്ന ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ലടോ. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നടക്കുമ്പോ വേദന പോലും തോന്നുന്നില്ല. ടിന്നിനകത്തുള്ള പലഹാരം ഉണ്ടല്ലോ, അവളത് കവറിലാക്കി. ഇനിയിപ്പോ അവളുടെ മോളുടെ വയറ്റിനകത്തെ ചെണ്ടമേളമായിരിക്കും. ഇനിയിപ്പോ വയറിനകത്തൊന്ന് ഉരുണ്ട് കയറി നെട്ടോട്ടം ഓടും. നമ്മുടെ കൊച്ചേ അവളുടെ കുഞ്ഞു പോയത് അറിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാനിരിക്കുക. കണ്ണനിതറിയുമ്പോ സന്തോഷമായിരിക്കൂടാ. അവനും കൈകൊട്ടി ചിരിക്കത്തേ ഉള്ളൂ. അതുപോലെയല്ലേ അവനെ അവള് വഞ്ചിച്ചത്. വരുന്നു. ഓ, പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോവായിരിക്കും. ഇനി അവിടെ ചെന്നിട്ട് ഇത് ചൂടാക്കി കൊടുക്ക. അവള് ചൂടോടെ കഴിക്കട്ടെ. നിങ്ങൾക്കൊക്കെ കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേർ പകുതി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാ അതവിടെ വെച്ചത്? അവിടെ അവള് മാത്രമല്ലല്ലോ, വേറെ 2 മനുഷ്യജന്മങ്ങൾ കൂടി ഉണ്ടല്ലോ. അവർക്കൂടി കൊണ്ടുപോകത്തെന്താ? അതും സാധാരണ പലഹാരം ഉണ്ടാക്കുന്ന പോലെ അല്ലേ ഇവിടെ ഉണ്ടാക്കിയേ.
എന്റെ അമ്മോ, അതിനകത്ത് എന്തെല്ലാം ചേരുവകളാ ചേർത്ത്. ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, കിറുവാപ്പട്ട എന്ന് വേണ്ട സകലതും ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ടാ വയറിനത് കേടല്ലേ അമ്മേ? യോ, അവളുടെ വയറ്റിൽ കുഞ്ഞുള്ളത് കൊണ്ട് അതൊക്കെ ഇവള് പാകത്തിനേ ഇടത്തുള്ളൂ. അതേസമയം നമ്മുടെ കുഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോ വയറ് കേടായേനെ. കരുണയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവൾക്ക് കഴിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എന്നാലും അന്ന് ഇതുപോലെ പലഹാരം ഉണ്ടാക്കാനുള്ള ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു. ആ, ഇവള് 4-5 കൊല്ലമേ ഇവിടെ ആദ്യ കെട്ടിയവന്റെ കൂടെ ജീവിച്ചിട്ടുള്ളെങ്കിലും അവനോടാടാ പ്രതാപ ഇപ്പോഴും ഇവക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവള് പ്രാണനായിട്ട് കരുതിരുന്ന ഭർത്താവിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ അയ്യേ നിന്റെ കുഞ്ഞിനോട് വരുവോടാ? അമ്മയുടെ മോനെന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അതിന് നിനക്ക് എന്റെ സ്നേഹം വേണ്ടായിരുന്നല്ലോ. ഡേ, ഇപ്പോഴും നിനക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു മോന്തയുണ്ട്. അതുകൊണ്ട് പുറത്ത് ഒരുപാട് പേരുണ്ട് നിന്നെ സ്നേഹിക്കാൻ. ആ, അതെ അതെ. ഡാ, ഇവള് അമ്പലത്തിൽ ചെല്ലുമ്പോഴേ അവിടത്തെ പൂജാരിയുടെ കൂടെ ഒരുത്തനുണ്ട്. അവൻ പൂജയൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഹേ, ഇവളുടെ പുറകിന് കിടക്കുവാ. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരെ ഈ പലര്? അമ്മ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആ, എടി നീ ചെന്ന് കഴിഞ്ഞാലേ പിന്നെ അവന് നിന്നെ ദേവിയായിട്ടാണ് തോന്നുന്നത്. നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവന് പിന്നെ എങ്ങനെയാടി സമയത്തിനും കാലത്തിനും ഒക്കെ പൂജ ചെയ്യാൻ പറ്റുന്നേ? ഇവിടെ നിന്ന് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ പുറത്തു പോയി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ആ പാവ മനുഷ്യനും കൂടി അത് ചീത്തപ്പേരുണ്ടാക്കും. നീ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും നീ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന നിന്റെ മകളുടെ സ്വഭാവമൊക്കെ നിനക്കും കാണുമല്ലോ. ആ, കെട്ടിയോൻ ചത്ത ശേഷം അധികം വൈകാതെ നിന്നെ കൊണ്ട് ഇവളെ കെട്ടിച്ചു. അതുകൊണ്ടാണ് ഇവള് പേരുദോഷം കേൾപ്പിക്കാതെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിലേ മകളുടെ പാരമ്പര്യം എന്റെ അമ്മോ ഇപ്പോഴും ഇവള് കാത്തു സൂക്ഷിച്ചേനെ. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ആ പലഹാരം കഴിച്ചതിന് ശേഷം ഇതിനുള്ള ഉത്തരം രണ്ടാൾക്കും കിട്ടിക്കോളും. ഇവള് നോക്കുന്ന നോട്ടം കണ്ടില്ലേ? നമ്മളൊക്കെ ദഹിച്ചു പോണേന്നായിരിക്കും ഇപ്പോഴും ഇവള് ചിന്തിക്കുന്നത്. നീ ആദ്യമൊക്കെ നിന്റെ മോളുടെ കല്യാണത്തിന് എതിർത്തെങ്കിലും പിന്നീട് നിന്റെ മോളെക്കാളും നിനക്ക് സ്നേഹമായിരുന്നു നിന്റെ മരുമോനെ. ആ മരുമോനെ ജീവനോടെ കത്തിക്കുന്ന പ്രവൃത്തിയാണ് നിന്റെ മോള് ചെയ്തത്. എന്നിട്ട് നീ എന്താടി നിന്റെ മോളെ കുറ്റപ്പെടുത്താതെ? അങ്ങനെ കുറ്റപ്പെടുത്താനും മാത്രം തെറ്റൊന്നും എന്റെ മോള് ചെയ്യാത്തത് കൊണ്ട് തന്നെ. ഡാടാ, അവിടെ അഹങ്കാരം നോക്കടാ. അവിടെ മോളെ കുറ്റപ്പെടുത്താൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അല്ല, അവക്കിതൊന്നും വലിയ കുറ്റമായിട്ട് തോന്നത്തില്ല. കാരണം ഇവളും അത്യാവശ്യം അവളുടെ മോളെ പോലെ തെറ്റ് ചെയ്യാൻ മനസ്സുള്ളവളാണല്ലോ. എന്നാലും നമ്മുടെ കർണമോള് നിന്റെ കുഞ്ഞു തന്നെയാ. പക്ഷേ അവിടെ മൂത്ത മോള് അവളുടെ ചത്തുപോയ കെട്ടിയോന്റെ കുഞ്ഞാണോ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുന്ന നല്ലതാ. അവൾക്ക് ഇവളുടെ ഒരു ചായ ഉണ്ടമ്മേ. പക്ഷെ അവിടെ ഭർത്താവിന്റെ ചായയുടെയും പാലിന്റെയും കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നാണം കെട്ടവളുമാരാ. അല്ലെങ്കിൽ അവൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് നടക്കോ? ഡാ, നീ അവളും കൂടെ പോകുമ്പോഴേ നിന്റെ മോളാണെന്നേ അവളെ കണ്ടാ തോന്നത്തുള്ളൂ. എനിക്ക് അത്രയും പ്രായം തോന്നുമേ? ആ, പിന്നെ നീ കളവനായടാ. എന്തിന് നീ ഞാനും കൂടെ പോകുന്ന കണ്ടാലേ ആളുകൾ പറയും ഞാൻ നിന്റെ ചേച്ചിയാണ്. അത്രയ്ക്ക് പ്രായമായടാ നിനക്ക്. 10 പറ കൊടവയറുമായിട്ട് നടക്കുവാ. എവിടെ കൊടവയറ്? പിന്നെ എന്താ ഇത്? ഇത് 6 പാക്കാ. 6 അല്ല 7. ശരിയാ, കൊടവയറുണ്ട്. ഇനി ഇത് മാറ്റിയിട്ടേക്കുള്ള കാര്യം. ആ ആ വാ, ദേ നോക്ക്. നേർച്ച എന്നോണം പുറത്തുള്ള പലഹാരം അത് ഭദ്രമായി മൂടി വെച്ചിട്ടുണ്ട്. എന്തൊരു പണം.
കഴിക്ക്. ഇനി ഇതേ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അവളുടെ കുഞ്ഞു പോയെന്നറിയുമ്പോ മോൾ ഇങ്ങോട്ട് വരും. ആ സമയത്ത് മൂക്കം കൊടുക്കുക. ആ. കൊള്ളാം. സൂപ്പർ. ഒരു ദിവസം മുഴുവൻ ഈ ഇലക്കകത്തിരുന്ന് തണുത്തപ്പോഴുണ്ടല്ലോ എല്ലാം ഒന്ന് സെറ്റായി. ഒന്ന് കഴിച്ചു നോക്കേ. ആ. ആ. ശർക്കര ആയതുകൊണ്ട് പഞ്ചസാരയുടെ അസുഖം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പഞ്ചസാര വെള്ള വിഷമാണെന്നാ പറയുന്നത്. പിന്നെ എന്തിനാണോ എന്തോ ഇതൊക്കെ വിൽക്കുന്നത്? ഗവൺമെന്റ് ഇതങ്ങ് നിർത്തിക്കൂടെ? മദ്യം വിഷമാണെന്ന് പറഞ്ഞിട്ടില്ലേ അത് വിൽക്കുന്നേ? വേണ്ട 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 വേണ്ട. നിനക്ക് രുചി പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ നീ ഗണപതിയാ. ഒറ്റയിരിപ്പിനെ നീ മൊത്തം തീർത്ത് കളയും. ആ അത് തന്നെ എനിക്ക് പറയാനുള്ളത്. അമ്മയുടെ സ്വഭാവം തന്നെ എനിക്കും കിട്ടിയിരിക്കുന്നത്. അമ്മ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പിന്നെ ആശുപത്രി കൊണ്ട് ഓടണമല്ലോ. ഡാ, അവളുടെ കുഞ്ഞു പോകുന്ന സമയത്തെ ഞാൻ ആശുപത്രിയിലായാലും കുഴപ്പമില്ല. അപ്പൊ അവള് കിടക്കുന്ന ആശുപത്രിയിൽ എന്നെയും കൊണ്ട് കിടത്താലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവളുടെ കരച്ചിൽ കയറി കാണാലോ. അതുള്ള ഞാൻ എന്തായാലും കൂടുതലൊന്നും കഴിക്കത്തില്ല. കൊച്ചു വരുമ്പോ കൊടുക്കണ്ടേ? ഡാ, നിന്റെ കെട്ടിയോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് അവിടെ മൂത്ത മോളെ കാണാൻ പോയി. അപ്പൊ ഒരെണ്ണം അവളുടെ ഇളയ മൂക്ക് കൊടുക്കാൻ അവൾ എടുത്തില്ലല്ലോ. എടുക്കത്തില്ല. അവിടെ കണ്ണനുള്ളതുകൊണ്ട് ഇനി അവക്ക് അങ്ങോട്ട് പോകാൻ മടിയായിരിക്കും അമ്മേ. എന്ന് മാത്രമല്ല, മകളെ വളർത്തി വഷളാക്കിയവളായതുകൊണ്ട് മിക്കവാറും ദുർഗ ഇവളവിടെ ചെല്ലുമ്പോഴത്തേക്ക് സംഹാര ദുർഗയാവും. മിക്കവാറും ചൂട് വെള്ളം അവളുടെ മുഖത്തോട്ട് കോരി ഒഴിക്കും. ഡാ, ഇപ്പോഴും മറ്റാരേക്കാളും അധികാരത്തോടെ അവിടെ കയറി ചെല്ലാൻ പറ്റുന്നവളാണ് മോഹിനി, നമ്മളെക്കാളും. അതെങ്ങനെ? എടാ മണ്ട, അവളുടെ പേരിലായില്ലേടാ തറവാടിന്റെ പകുതി, ലക്ഷ്മിയുടെ. അപ്പൊ പിന്നെ കണ്ണനെ പോലെ ആ വീട്ടിൽ അവൾക്കും അധികാരമില്ലേ? അത് ശരിയാ. ഇനി അധികാരം പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാലേ കണ്ണൻ അവിടെ ഉള്ളതുകൊണ്ട് ദുർഗയ്ക്കും കരുണമോക്കും ഒക്കെ അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിക്കും. പ്രതാപ, തേനിന്റെ ചെറിയൊരു സ്വാദുണ്ടോ ഈ പലഹാരത്തിന്? നീ ഇതിനകത്ത് തേൻ പുരട്ടിയായിരുന്നോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ അതിനകത്തുള്ള പലഹാരത്തിനകത്ത് തേൻ കലർത്തിയത്? ആ, എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ പ്രതാപ, ഉടനെ തന്നെ അമ്മ മോൾക്ക് പലഹാരമായിട്ട് ചെല്ലും. പിന്നെയാ അവളുടെ മോള് കിടന്ന് നെട്ടോട്ടം ഓടാൻ പോകുന്നേ. ശരിയാ. ലക്ഷ്മിക്ക് പലഹാരം കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ അവളും കൂടെ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു. അവളും പിന്നെ ഓട്ടമായിരിക്കും. എടാ, അവിടെ ഇപ്പൊ 4 പേരാ ഉള്ളത്. അവര് ഓടട്ടടാ, ശ്വാസം മുട്ടിക്കിടന്ന് ഓടട്ടെ. ആ സമയത്ത് ചിലപ്പോ ലക്ഷ്മി ആശുപത്രി കൊണ്ടുപോകാൻ പോലും ആനന്ദൂനും അവന്റെ കെട്ടിയൊക്കെ പറ്റിയില്ലെന്ന് വരും. അങ്ങനെയാണെങ്കിലേ കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും അപകടം പറ്റും. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയാൽ മാത്രമേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാതിരിക്കും. ആ കാട്ടുവൈദ്യം പറഞ്ഞതേ ഇത് കുഞ്ഞിനെ കളയാൻ വേണ്ടി മാത്രമുള്ളതാണെന്നാ. പക്ഷേ ഈ കുഞ്ഞു പോകുന്ന സമയത്ത് ഒരു മരണവെപ്രാളം ഇല്ലയോടാ. ആ സമയത്ത് അവളെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ വാശക്കേടാകും. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണമേ. എന്തായാലും ഇവിടുന്ന് തലയെടുപ്പോടെ പോയുള്ളൂ. തല താഴ്ത്തി കരഞ്ഞ് കരങ്ങിയ കണ്ണുമായിട്ട് വേണം ഇവിടെ വരാൻ. എനിക്കത് കഴിച്ചോ സൂപ്പറായിട്ടുണ്ട്. കഴിക്കും മക്കളെ, കഴിക്കില്ലേക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഇതുണ്ടാക്കാൻ അമ്മയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതെ അതെ, അതുകൊണ്ടല്ലേ ഒരാൾ ആർത്തിയോടെ കഴിക്കുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോ അവിടെ അടുക്കളയിലുള്ള പലഹാരം അവിടെ ഉള്ളവരെടുത്ത് കഴിക്കും അമ്മേ. എന്നെ ഒരുപാട് കുറ്റങ്ങൾ പറയുമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അമ്മയ്ക്കും മോനും വലിയ ഇഷ്ടാ. എന്തായാലും ഈ യുഗത്തില് ഇങ്ങനെ പ്രാകൃതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ കാണാൻ പ്രയാസ. ആര് പറഞ്ഞു അനന്തേട്ടാ പ്രയാസമാണെന്ന്? സ്വന്തം ഐശ്വര്യത്തിന് വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ബലികൊടുക്കുന്നവരില്ലേ? അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ എത്രയോ തവണ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു.
നാടെത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ചിലരുടെ മനസ്സ് ഇപ്പോഴും തുരുമ്പെടുത്തിരിക്കുക. ഇത്തരക്കാരരികിലുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഒരാളോട് ഉണ്ടേ കഴിക്കാൻ. എടാ നീ വരുന്നതിന് മുമ്പേ ഞങ്ങൾ കഴിച്ചു തുടങ്ങി കേട്ടോ. അമ്മയുണ്ടാക്കുന്ന ഫുഡ് ഇയാൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വരുന്നവരെ കാത്തിരിക്കേണ്ട, കഴിച്ചോളാം ഞാൻ തന്നെ പറഞ്ഞത്. മോനെ കഴിക്ക്. ഇപ്പൊ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയായിരിക്കും അവിടെ ചിലര്, അല്ലേ? എത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു ഇതിനോടകം, എന്നിട്ടും പഠിച്ചിട്ടില്ല. ഒന്ന് തീരുമ്പോ അതിനേക്കാൾ മോശമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇയാളെ പല രീതിയിലും ആക്ഷേപിക്കുമ്പോഴും ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ചില നേരത്ത് എന്റെ വ്യക്തിത്വം കളയുന്നതും ഇതിനു വേണ്ടിയൊക്കെ തന്നെയാമേ. ഇയാൾക്കും എന്റെ കുഞ്ഞിന് നേരെ ഉണ്ടാകുന്ന അപകടങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയണം. നമ്മുടെ ശത്രുക്കൾ അതെന്നെ മുൻകൂട്ടി അറിയിക്കണം. അതിന് പലതും സഹിച്ചേ പറ്റൂ. അവിടെ ഇപ്പൊ എന്തായിക്കാണോ അവസ്ഥ? അവരൊക്കെ ഇത് കഴിച്ചു കാണോ? വയറിനകത്ത് എന്തോ ഒരു അസ്വസ്ഥത. എന്തോ പറ്റിയത്? പ്രതാപാ, കൊറേ നേരമായിട്ടേ എന്റെ വയറ്റിൽ കിടന്ന് എന്തോ ഒരു ഉരുണ്ട് കയറ്റോ വേദനയോ. അയ്യോ, എനിക്കും അത് തന്നെ എന്താന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പറയാൻ എനിക്കായിരുന്നു ഞാൻ അമ്മയടുത്ത്. വയറ്റിനകത്ത് ഭയങ്കര ഒരു ഉരുണ്ട് കയറ്റം. എന്താ ഇപ്പൊ ഞാൻ ചെന്ന് പ്രത്യേകിച്ച്? ഗ്യാസിന്റെ ഗുളി എടുത്ത് കഴിച്ചു. ആണോ? എന്നിട്ട് നിൽക്കുന്നില്ല. അമ്മയുടെ കക്കൂസിൽ വെള്ളമുണ്ടോ അമ്മേ? ആ, വെള്ളമുണ്ട്. വെള്ളം ഇനി മോള് വരെ പോവാൻ വയ്യ. എടാ പ്രതാപ, അവിടെ കേറല്ലേ? അമ്മ ഇരിക്കമ്മേ. മാമ വേണ്ട, മക്കള് കഴിക്കുന്നത് എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. കഴിക്കുമോളെ. തലക്ക് ആ, മോളും കഴിക്കും. അയ്യോ. എന്ത് പറ്റിയതാ? എന്തൊരു വയറുവേദന. എടാ പ്രതാപ, ഇനി പലഹാരം മറ്റോ മാറിപ്പോയോടാ? അത് എന്നോടാണോ ചോദിക്കുന്നത് അമ്മേ? എടാ, ആ ടിന്നിലുള്ള പലഹാരത്തിലല്ലേ തേൻ പുരട്ടിയത്? പിന്നെ ഇതെങ്ങനെ? പ്രതാപ, ഇതൊരു വേദന. മേഘന്റെ ശല്യമൊന്നും ഇല്ലാത്തോണ്ട് അമ്മ പോയി കഴിഞ്ഞ ഉടനെ ഞങ്ങള് പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റാൻ പോവാ. അയ്യോ, അത് അപകടമല്ലേ മോനെ? ഞാൻ ഈ ഷർട്ടൊക്കെ ഒന്ന് മാറി മൊത്തത്തിൽ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടേ പുറത്തേക്ക് പോവൂ. എന്നാലും സൂക്ഷിക്കണം കണ്ണേട്ടാ. ഇവൻ ഏതു നേരവും മഹിക്കപ്പം ഇല്ലല്ലോ ലേഖേ. അപ്പൊ പിന്നെ രണ്ടാളും പുറത്തേക്കൊക്കെ പോയിട്ട് വരട്ടെ. ആ അയ്യോ. 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 അയ്യേ, നമ്മോ. അയ്യോ, എനിക്ക് അയ്യേ. അയ്യോ, എന്തൊരു വേദന സഹിക്കാൻ പോലെ. അമ്മോ. എടാ, കഴിച്ചതെല്ലാം പോയടാ. എന്നാലും പൈപ്പ് തുറന്നിട്ട് പോലെ എല്ലാം പോയി. വലിയ ചതിയായി പോയി. ഇതെന്താടാ പ്രതാപ ഇങ്ങനെ? അവളെ എന്ത് ചെയ്യാൻ നോക്കിയാലും അതൊന്നും നടക്കുന്നില്ലല്ലോടാ.